ഹായ് എവരി വൺ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 1-ൻ്റെ ലാസ്റ്റ് ടോപ്പിക്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നാൽ എങ്ങനെ ഹൗ ടു ഫൈൻഡ് ദ ഒപ്റ്റിമം വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ, അതിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ ഒരു മെത്തേഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. നമുക്കൊരു ഫംഗ്ഷൻ തന്നാൽ ആ ഫംഗ്ഷൻ്റെ ഒപ്റ്റിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു മെത്തേഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. അതിലെ സെക്കൻഡ് മെത്തേഡാണ് മെത്തേഡ് ഓഫ് സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റ് അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, നമുക്ക് പ്രോബ്ലംസ് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റ് മെത്തേഡ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞുതരാം. Okay, the idea of method of steepest descent is to find a minimum of f of x by repeatedly computing minima of a function g of t of a single variable t as follows. അതായത് നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തരുന്നു. ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഐട്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടിന്യൂസ്ലി കുറേ തവണ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ വാല്യൂ, അതായത് നമുക്ക് കിട്ടേണ്ട ഫൈനൽ വാല്യൂ എപ്പോഴാണോ കോയിൻസൈഡ് ചെയ്ത് വരുന്നത് അപ്പോഴാണ് നമ്മൾ ഐട്രേഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ കിട്ടുന്ന ആ ഫൈനൽ വാല്യൂ ആയിരിക്കും ആ ഫംഗ്ഷൻ്റെ മിനിമം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ഐട്രേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ ഒരു മെത്തേഡിനെയാണ് സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും അത് ഏത് ഡയറക്ഷനിലായിരിക്കും മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ആണ് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. സപ്പോസ് ദാറ്റ് എഫ് ഹാസ് എ മിനിമം അറ്റ് എക്സ് നോട്ട് ആൻഡ് വി സ്റ്റാർട്ട് അറ്റ് എ പോയിൻ്റ് എക്സ്. അതായത് നമ്മൾ അസ്യൂം ചെയ്യുവാണ് എഫ് എന്ന ഫംഗ്ഷന് മിനിമം എക്സിസ്റ്റ് ചെയ്യുന്ന എക്സ് നോട്ട് എന്ന പോയിന്റിലാണ് മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എവിടെയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും, എക്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളെന്താ ഈ എക്സിനോട്, അതായത് നമ്മളിപ്പോൾ എക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ എക്സിനോട് അടുത്തിരിക്കുന്ന ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നമുക്ക് നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ മിനിമം എന്നുള്ള വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് ഡയറക്ഷനായിരിക്കും? മൈനസ് ഡെൽ എഫ് ഓഫ് എക്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നു. ഈ ഡെൽ എഫ് എന്താണെന്നുള്ളത് പറയാം. ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻ്റ്. നിങ്ങൾ ഓൾറെഡി നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഗ്രേഡിയൻറ്റിൻ്റെ ഡെഫിനിഷൻ. ഗ്രേഡിയൻറ്റിൻ്റെ ഡെഫിനിഷൻ വേണ്ട ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നത്. ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ഈക്വൽ ടു ദോ എഫ് ബൈ ദോ എക്സ് ഐ പ്ലസ് ദോ എഫ് ബൈ ദോ വൈ ജെ, ഇനി ഇസഡ് ഉണ്ടെങ്കിൽ പ്ലസ് ദോ എഫ് ബൈ ദോ ഇസഡ് കെ എന്ന് പറയാം. അതായത് ഈ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെക്റ്റർ ആയിരിക്കും. വെക്റ്റർ ആണെങ്കിലാണ് നമ്മൾ ഈ ഐ ജി കെ റെപ്രസെൻറ്റേഷൻസ് കൊടുക്കാറ്. സോ ഈ ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ഈക്വൽ ടു, അതായത് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെൽ എഫ് അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ദോ എഫ്, ആ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുക ഇൻറ്റു ഐ പ്ലസ് ദോ എഫ് ബൈ ദോ വൈ, അതായത് എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡെറിവേറ്റീവ് എടുക്കുക ഇൻറ്റു ജെ പ്ലസ് ദോ എഫ് ബൈ ദോ ഇസഡ് ഇൻറ്റു കെ. അതാണ് ഡെൽ എഫിൻ്റെ ഇക്വേഷൻ. അത് നമ്മൾ പ്രോബ്ലത്തിൽ അത് ഇക്വേഷൻ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നോട്ടിൻ്റെ കൂടെ എഴുതി പോകും ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം ഈ ഫംഗ്ഷൻ്റെ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? മൈനസ് ഓഫ് ഡെൽ എഫിൻ്റെ ഡയറക്ഷനിലായിരിക്കും എപ്പോഴും ഈ ഫംഗ്ഷൻ്റെ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റ്, അതായത് ഡയറക്ഷൻ ഓഫ് മാക്സിമം ഡിക്രീസ് ഒക്കർ ചെയ്യുന്ന ആ ഫംഗ്ഷൻ്റെ മാക്സിമം ഡിക്രീസ് ഒക്കർ ചെയ്യുന്ന ഡയറക്ഷനാണ്, അതായത് സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റിൻ്റെ ഡയറക്ഷനാണ് മൈനസ് ഡെൽ ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി അവിടെ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു പ്രോബ്ലം നോക്കാം എങ്ങനെയാണ് ഇത് പ്രോബ്ലം ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് പ്രോബ്ലം, അപ്ലൈ സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റ് ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ മൈനസ് 4x1 പ്ലസ് 4x2 ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് നോട്ട് ഈക്വൽ ടു 0 അപ് ടു 3 സ്റ്റെപ്സ്. എത്ര സ്റ്റെപ്സ്? അതായത് ഐട്രേഷൻ പ്രോസസ്സാണെന്ന് പറഞ്ഞു. ഐട്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, എപ്പോഴാണോ ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ കോയിൻസൈഡ് ചെയ്ത് വരുന്നത് അവിടെ കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ബട്ട് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമുക്ക് മിക്കവാറും ഒത്തിരി സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് പോകാൻ പറയാറില്ല. 3 സ്റ്റെപ്സ് വരെ. സ്റ്റെപ്സ് പറഞ്ഞിട്ടില്ല എങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്നിടം വരെ
കണ്ടിന്യൂ ചെയ്യുക. ഇനി സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്റ്റെപ്സ്, അതായത് x1 x2 x3 വരെ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതാം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്. 2x1² + x2² - 4x1 + 4x2. അതായത് x1ലും x2ലും ഉള്ള ഫംഗ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് x0 = 0. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്, x0 = 0 ആണ്. അപ്പോൾ x0 = 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x1 x2ലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം? സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമ്മളൊരു ഓർഡേഡ് പെയർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഇതെന്തായിരിക്കും? 0 0, അതായത് x1ൻ്റെ വാല്യൂം 0 ആയിരിക്കണം, x2ൻ്റെ വാല്യൂം 0 ആയിരിക്കണം. അപ്പം നമ്മൾ x0 = 0 0 എന്ന് നമ്മളങ്ങ് എടുത്തു വെച്ചു. ഇനി നമുക്ക് എന്ത് വേണം? ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റ് നടക്കുന്ന ഡയറക്ഷൻ ഏതാ? -del(f)ൻ്റെ ഡയറക്ഷനിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം? del(f) എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ del(f)ൻ്റെ ഇക്വേഷൻ കൊടുക്കുക. del(f) ഓഫ് x1 x2 എന്ന് പറഞ്ഞാൽ ∂f/∂x1, ∂f/∂x2, അല്ലെങ്കിൽ ∂f/∂x1i + ∂f1f/∂x2j, എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ∂f/∂x1 കണ്ടുപിടിക്കുക. എഫ് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എഫ് എന്താണ്? എഫ് = 2x1² + x2² - 4x1 + 4x2 ആണ്. അപ്പോൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു x1ൽ നമ്മൾ ആദ്യം ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ആദ്യത്തെ ടേം എന്താ? 2x1². അപ്പോൾ 2 × x1²ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2x1 വരും. ഓക്കെ, അപ്പോൾ 2 × 2x1 എന്ന് പറഞ്ഞാൽ അത് 4x1 ആയി, മൈനസ് x2² ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ, കാരണം വിത്ത് റെസ്പെക്ട് ടു x1ലാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ആൻഡ് ദെൻ അടുത്ത ടേം -4x1 ആണ്. അപ്പോൾ അവിടെ -4 വരും. അപ്പോൾ 4x1 - 4 കിട്ടി. അടുത്ത ടേം 0 ആയിപ്പോൾ. അപ്പോൾ ∂f/∂x1 എന്ന് പറയുമ്പോൾ 4x1 - 4 എന്ന് കിട്ടി. അടുത്ത നമുക്ക് എന്ത് വേണം? ∂f/∂x2 വേണം. അപ്പോൾ ആദ്യത്തെ ടേം 0 ആയിപ്പോൾ, രണ്ടാമത്തെ ടേമിൽ അവിടെ 2x2 വരും. ദെൻ മൂന്നാമത്തെ ടേം 0 ആയിപ്പോയി, 4x2ൻ്റെ ഡെറിവേറ്റീവ് +4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? del(f) എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 4x1 - 4i + 2x2 + 4j എന്ന് കിട്ടി. നമുക്ക് del(f)ൻ്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റിൻ്റെ ഇക്വേഷനാണിത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. ഇതാണ് സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റ് കണ്ടുപിടിക്കാനുള്ള റൂൾ. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് xk+1 = xk - αk × del(f) ഓഫ് xk എന്നാണ്. ഓക്കെ, ഈ xk+1 എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്ത് വാല്യൂ ഉണ്ട്? x0ൻ്റെ വാല്യൂ ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ? x1 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ, അതായത് നമുക്ക് ഈ ഇക്വേഷനകത്ത് ഈ ലെഫ്റ്റ് സൈഡിലെ x1 വരുമ്പം ഇവിടെ എന്താവും ഇക്വേഷൻ? x1 = x0 - α0 × del(f) ഓഫ് x0 എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഈ ഇക്വേഷനകത്ത് നമ്മൾ x1 ആണ് അടുത്ത്, x0 നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് x1 ആണ്. x1 ആകുമ്പോൾ കെയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ x1 = x0 - α0 × del(f) ഓഫ് x0 ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ x0 എന്താണെന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഈ α0 എന്താണെന്ന് ചോദിച്ചാൽ, ആൽഫ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെപ്പ് സൈസാണ്. നമ്മൾ ഐട്രേഷൻ യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് സൈസ്. അത് ചില പ്രോബ്ലംസിൽ നമുക്ക് തരാറുണ്ട്. യൂസിങ് സ്റ്റെപ്പ് സൈസ് = 0.1 എന്നോ അല്ലെങ്കിൽ 0.01 എന്നോ ഒക്കെ തരാറുണ്ട്. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമുക്ക് സ്റ്റെപ്പ് സൈസ് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ യൂഷ്വലായിട്ട് എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ആൽഫ = 0.1 ആണ്. അതെല്ലാവരും ഓർത്ത് വെച്ചോണം. ഓക്കെ, സ്റ്റെപ്പ് സൈസ് മേ ബി തന്നിട്ടുണ്ടാവാം പ്രോബ്ലത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റെപ്പ് സൈസ് തന്നെ യൂസ് ചെയ്യുക. ഇനി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 0.1 ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 3 ഐട്രേഷൻസ്, അതായത് 3 സ്റ്റെപ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ 3 ഐട്രേഷൻസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ x0ൻ്റെ വാല്യൂ എടുത്തെഴുതി. ഒന്നും കൂടെ നമുക്ക് എന്തോ വേണം? ഇവിടെ del(f) ഓഫ് x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ ആദ്യം del(f) ഓഫ് x0ൻ്റെ വാല്യൂ 0 0 ആണ്. അപ്പോൾ del(f) ഓഫ് 0 0 കാൽക്കുലേറ്റ് ചെയ്യുക. del(f) എന്താണ്? del(f) നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ x1നും x2നും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
-4, എന്ന് കിട്ടും. അപ്പോൾ del f of 0 0 കിട്ടി. ഇനി നമ്മുടെ ഫസ്റ്റ് ഐട്രേഷൻ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഐട്രേഷൻ ഇക്വേഷൻ എന്താ? x1 = x0 minus alpha into del f of x0, which implies x1 = x0ൻ്റെ വാല്യൂ 0 0, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൽഫയുടെ വാല്യൂ 0.1, അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു del f of x0, അത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. -4 അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? ഇത് 0 ആയതുകൊണ്ട് അത് ഓൾറെഡി പോവും. പിന്നെ -0.1 ഇൻറ്റു -4 എന്ന് പറയുമ്പോൾ +0.4 ആവും. അടുത്തത് -0. അപ്പോൾ നമുക്ക് x1ൻ്റെ വാല്യൂ കിട്ടി 0.4, -0.4 എന്ന് കിട്ടി. ഇനി അടുത്ത ഐട്രേഷൻ x2 എടുക്കുക. നമുക്ക് 3 ഐട്രേഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ x1 വേണം, x2 വേണം, x3 വേണം. അടുത്ത x2ൻ്റെ ഇക്വേഷൻ എന്ത് വരും? x1 - alpha into del f of x1. അപ്പോൾ x1ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഓൾറെഡി തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച x1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.4, -0.4 മൈനസ് ആൽഫയുടെ വാല്യൂ 0.1, അത് നമ്മൾ ഫിക്സഡ് വാല്യൂ ആണ്. ദെൻ del f of x1 വേണം. del f എന്തായിരുന്നു? del f എന്ന് പറയുന്നത് 4x1 - 4, 2x2 + 4. അപ്പോൾ 4 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ 0.4 ആണ്. -4, 2 ഇൻറ്റു x2ൻ്റെ വാല്യൂ -0.4 + 4. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വാല്യൂ? ലാസ്റ്റ് ഫൈനൽ ആൻസർ 0.64, -0.72 എന്ന് കിട്ടും. അപ്പോൾ x1 കണ്ടുപിടിച്ചു, x2 കണ്ടുപിടിച്ചു. ഇനി 3 ഐട്രേഷൻസ് ആയതുകൊണ്ട് നമുക്ക് എന്തും കൂടെ വേണം? x3യും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ x3യുടെ ഇക്വേഷൻ എന്തായിരിക്കും? x2 - alpha into del f of x2. x2ൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് ആൽഫയുടെ വാല്യൂ 0.1 ആണ്. ഇനി del fൻ്റെ ഇക്വേഷൻ 4x1 - 4ഉം 2x2 + 4ഉം ആണ്. അവിടെ x1നും x2നും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഇതായിരിക്കും ആ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ്. മാക്സിമം അല്ല, മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ്. അതായത് നമ്മളോട് ഇവിടെ പർട്ടിക്കുലറായിട്ട് എന്താ പറഞ്ഞിട്ടുണ്ട്? 3 സ്റ്റെപ്സ് യൂസ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? ഈ പോയിന്റിലായിരിക്കും. 3 സ്റ്റെപ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ x3 എന്ന് പറയുന്നത്, അതായത് 0.784, -0.976 എന്ന പോയിന്റിലായിരിക്കും ആ ഫംഗ്ഷൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? അതിൻ്റെ ജനറൽ ആയിട്ടുള്ള അതിൻ്റെ ഇക്വേഷനാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. എന്താ? xk + 1 = xk minus alpha into del f of xk. ആ ഇക്വേഷൻ, ഇതാണ് സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റിൻ്റെ ഇക്വേഷൻ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് അപ്പോൾ ആരൊക്കെയുണ്ട്? ആൽഫ ഉണ്ട്. ആൽഫ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് ആണ്. അതായത് നമ്മൾ ഐട്രേഷൻസ് യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് സൈസാണ്. ഈ ആൽഫ എന്നത് ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റിനകത്ത് മെൻഷൻ ചെയ്യും, ഇന്നതാണ് സ്റ്റെപ്പ് സൈസ് എന്നുള്ള. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ തന്നെ ചൂസ് ചെയ്യുക. ഇനി ഇൻ കേസ് ആൽഫയുടെ വാല്യൂ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് എടുക്കണം? ആൽഫ = 0.1 ആയിട്ട് ചൂസ് ചെയ്യുക. ദെൻ ഇനി നമുക്ക് ഇനിഷ്യൽ വാല്യൂ, അതായത് ഏത് പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തരുന്നുണ്ടാവും. അതിനെയാണ് x0 ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ദെൻ del f of xk കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ del fൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. del f എന്ന് പറഞ്ഞാൽ എന്താ? ∂f/∂x-ഉം ∂f/∂y. അതായത് xyയിലാണ് ഫംഗ്ഷനെങ്കിൽ ∂f/∂x-ഉം ∂f/∂y-ഉം. ഇനി x1 x2ലാണെങ്കിൽ ∂f/∂x1ഉം ∂f/∂x2 എന്ന് കൊടുത്ത് കണ്ടുപിടിക്കുക. പോയിൻറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐട്രേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇനിഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ്. അവിടെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. x0 = 1 തന്നിട്ടുണ്ട്. 3 സ്റ്റെപ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ല. അപ്പോഴും നമ്മൾ എന്ത് തന്നെ ചൂസ് ചെയ്യുക? ആൽഫ = 0.1 ചൂസ് ചെയ്യുക. f of x തന്നിട്ടുണ്ട്. x1² - x2 ആണ്. അപ്പോൾ del f ആദ്യം കണ്ടുപിടിക്കുക. തന്നെ ഈ ഐട്രേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.